CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനം തുടരുകയാണ്. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമ്മേളനത്തിൽ സംസാരിക്കുന്നു. ബഹുമാനനായ അധ്യക്ഷൻ സഖാവ് വി ശിവൻകുട്ടി, കേരളം മുഴുവൻ നീണ്ടുനിന്ന ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബി, മുതിർന്ന പാർട്ടി നേതാവ് സഖാവ് SRP, വേദിയിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIM നേതാക്കൾ, ജാഥാംഗങ്ങൾ തുടങ്ങിയവരെ. The Janakiya Prathirodha Jatha covered all the 140 constituencies in the state of Kerala, has met for a period of 4 weeks. I think lakhs of people across the state heard their problems, conveyed the opinion of the Communist Party of India, Marxist, on the current crisis before the country, and drew the attention of the people of Kerala to the manner in which the central government and are destroying our country, its basic constitutional order, and the discrimination that is mounting against non-BJP state governments, and particularly targeting the left Democratic Front government in Kerala. And on all these issues, the people have been galvanized and mobilized during these 4 weeks. ജനകീയ പ്രതിരോധ ജാഥ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലൂടെയും 4 ആഴ്ച കൊണ്ട് പര്യടനം നടത്തി ലക്ഷക്കണക്കിന് ആളുകളുമായി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജാഥയിലൂടെ സംവദിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, എങ്ങനെയാണ് കേന്ദ്ര ഭരണകൂടം നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ജനങ്ങളുമായി സംവദിക്കുകയും അതിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ജാഥ ഇന്ന് സമാപിക്കുന്നത്. The focus on LDF in Kerala is because the BJP and the central government is very well aware that if there is one non-BJP state government in the country that is offering an alternative direction for development and for people's welfare, it is the LDF government in Kerala. And that is why they do not want this alternative to be propagated among the people of the country, and therefore the specific targeting of the LDF government comes from that understanding. A lot of untruths were spread by no less a person than the Union Home Minister. I came prepared to answer many of the wrong facts that he placed before the people of Kerala. But my job has been done very easy by the Honorable President of India, Srimati Draupadi Murmu, who actually gave one of the best certificates to Kerala, saying that it is the government that is actually working in the interests of the people, and therefore I don't think I need to answer anything that the Home Minister has said. The President of India itself has endorsed that the LDF government, whatever be the ups and downs, whatever be the problems, but its main interest is the interests of Kerala and Kerala's people and their well-being and their prosperity. And that is the answer that the BJP government, Modi and Mr. Amit Shah, both have got from the President of India. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ ബദൽ വികസന ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്ന ഒരേയൊരു ഗവൺമെന്റാണ്. ഈ ബദൽ നിലനിന്നുകൂടാ എന്ന കാര്യത്തിൽ BJPക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അസത്യപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിരവധിയായ അസത്യപ്രചരണങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാൻ പൂർണ്ണ സജ്ജനായിട്ടാണ്, തയ്യാറെടുപ്പോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ എന്റെ ജോലി ഇന്ത്യയുടെ ബഹുമാന്യയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു എളുപ്പമുള്ളതാക്കി തീർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാക്ഷ്യപത്രം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ താൽപര്യമാണ് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ്
ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ ബഹുമാന്യയായ പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. ഇതാണ് ബിജെപിക്കും അമിത്ഷായ്ക്കുമുള്ള മറുപടി. This Jata was highlighting how the dangers posed by the communal corporate nexus that has emerged under this Modi government is actually together destroying the foundational pillars of the Indian constitutional order. The Indian constitutional order stands on 4 foundational pillars. That is secular democracy, economic self-sovereignty, not self-reliance, self-sovereignty. That is, the people are the owners of the economy and resources of the country, social justice and federalism. These 4 foundational pillars is what the Constitution of India rests on. Each one of these pillars is being assaulted today by this corporate communal nexus. ഈ ജാഥ വർഗീയ കോർപ്പറേറ്റ് അച്ചുതണ്ട് ഉയർത്തുന്ന, രാജ്യത്തിന് നേരെ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്തംഭങ്ങൾക്കെല്ലാം നേരെ എങ്ങനെയാണ് കേന്ദ്രത്തിലെ ബിജെപി ഗവൺമെന്റ് ഭീഷണി ഉയർത്തുന്നത് എന്നത് ഈ ജാഥയിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാന സ്തംഭങ്ങൾ 4 എണ്ണമാണ്. 1 മതനിരപേക്ഷ ജനാധിപത്യം, 2 സാമ്പത്തിക പരമാധികാരം, സാമ്പത്തിക സ്വാശ്രയത്വം എന്നല്ല സാമ്പത്തിക പരമാധികാരം, അതായത് സമ്പദ്ഘടനയുടെ വിഭവങ്ങളുടെ എല്ലാം ഉടമകൾ ജനങ്ങളാണ് എന്ന വസ്തുത, അതുപോലെ തന്നെ സാമൂഹിക നീതി, ഫെഡറലിസം. ഈ അടിസ്ഥാന സ്തംഭങ്ങൾ ഓരോന്നും ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. That is why today the destruction of the Indian economy, the manner in which the resources of the country are being looted. It is not only the privatization of the public sector, it is actually the loot of India's mineral resources, natural resources, and each one of them is being privatized and is privatized to the friends of our Prime Minister Modi, and that is the worst form of crony capitalism that has developed in the country. The loot that is happening in our country is actually exemplified by the entire Adani scam that is now being exposed and come to the fore. But why is the Modi government refusing to inquire into this scam? On the one hand, the Modi government says there is nothing wrong, everything is okay as far as this Adani and the revelations are concerned, there is nothing wrong in that. If there is nothing wrong, why are they not allowing a joint parliamentary committee to examine this issue? CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വർഗീയവാദികൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള ഭരണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്നത് ജനക്ഷേമ ഭരണമാണ്. അതിൻ്റെ സാക്ഷ്യപത്രമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ വരികയും കേരളത്തെ പ്രശംസിക്കുകയും ചെയ്ത വാക്കുകളെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണം തുടരുകയാണ്. And in order to not be accountable to the people, they are refusing to constitute a JPC. When the BJP was in opposition, together we stalled the parliament for one whole winter session, demanding a JPC in the 2G scam, and finally forced the Congress government to announce that JPC and examine that entire scam. See, likewise, many issues earlier, you had the stock market scams, you had the UTI scam, you had various scams. JPCs were formed and each JPC gave recommendations that were helpful for the system. But here Mr. Modi refuses, because what is being hidden is the nexus between the corporate house and the Modi government that are working against India. You expose a loot of the country's resources. You expose a scam of cheating that has happened. That is treated again as anti-national. Therefore, what is it that we have now today? Any questioning of Mr. Modi is anti-national. Any questioning of Mr. Adani is anti-national. Earlier we had a situation whereas the Congress All India President Mr. Devkant Barua of Assam had given the slogan, Indira is India, India is Indira.
Today, you have a slogan that Mr. Modi himself is giving. India, Modi is India, Adani is India. India is Modi Adani. Modi Adani are India, India is Modi Adani. We have to give them a firm reply and an answer like it was given to Indira Gandhi. The firm reply and answer is, India is neither Indira Gandhi, neither Modi, nor Adani. India is the Indian people, and it's for the people that India exists, and people make India exist, and that is something that has to be asserted, and that can only be asserted if this government is removed from office. അദാനി വിവാദം പുറത്തു വന്ന സമയത്ത് അപ്പോഴും മോദി പറഞ്ഞു, ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മോദി പറഞ്ഞു ഇതും ദേശവിരുദ്ധരാണ്, ഹിൻഡൻബർഗ് ദേശവിരുദ്ധരാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തെ കൊള്ളയടിക്കുന്നത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നാൽ അതും ദേശവിരുദ്ധതയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മോദിയെ ചോദ്യം ചെയ്താൽ അത് ദേശവിരുദ്ധതയാണ്. മോദിയുടെ ചങ്ങാതി അദാനിയെ ചോദ്യം ചെയ്താൽ അതും ദേശവിരുദ്ധതയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ദേശവിരുദ്ധരാണ്. പണ്ട് AICC പ്രസിഡന്റായിരുന്ന DK ബറുവ അദ്ദേഹം ഒരു മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് എന്ന്. ഇപ്പോൾ മോദിയും അത് തന്നെയാണ് ചെയ്യുന്നത്. മോദി പറയുന്നു ഇന്ത്യ എന്നാൽ മോദിയാണ്, ഇന്ത്യ എന്നാൽ അദാനിയാണ്. അദാനി എന്നാൽ ഇന്ത്യയാണ്, മോദി എന്നാൽ ഇന്ത്യയാണ്. ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയൊരു മറുപടിയുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് നൽകിയതുപോലെ ഒരു ഉറച്ച ദൃഢമായിട്ടുള്ള മറുപടി നമുക്ക് മോദിക്കും നൽകാൻ കഴിയണം. ഇന്ത്യ എന്നാൽ ഇന്ദിരയോ മോദിയോ അല്ല, ഇന്ത്യ എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളാണ് എന്ന മറുപടി നൽകാൻ കഴിയണം. ആ മറുപടി നൽകാൻ കഴിയണമെങ്കിൽ ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം. That is why today, when you question questioning the government of the day is the duty of every Indian patriot. That is the meaning of democracy. Questioning the government, questioning those in authority, if that is not done, then people are not discharging their duty. But questioning the government is not equivalent to questioning the country or questioning the patriotism of the people of our country. And this equation that they are doing, this is the most dangerous equation which has to be defeated. That is why in this Jata also, when the call was given that in order to save India today, it is necessary that this forces and this government, Modi government, must be removed from office. That assumes paramount importance in order to defend India, its constitutional order, its democracy, and the democratic rights of the people. That is the utmost patriotic duty of all Indians today. And that is the final test of Indian nationalism, and that is the final test of whether we are for the interests of India or enemies of the country. രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുക എന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ കടമയാണ്. അതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം എന്നത്. ആ കടമ അങ്ങനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ കടമ നിർവഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നവരെ ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുന്ന, ചോദ്യം ചെയ്യുന്നവരെല്ലാം ദേശവിരുദ്ധർ എന്ന സമവാക്യമാണ് ഇന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള സമവാക്യം. ഈ ജാഥയുടെ ഏറ്റവും വലിയ സന്ദേശം ഈ അപകടകരമായിട്ടുള്ള സമവാക്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ എല്ലാ ചോദ്യങ്ങളിലെയും ഉണയൊടിക്കുന്ന മോദി ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന സന്ദേശമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥ, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച, അതുപോലെ ദേശസ്നേഹത്തെ സംബന്ധിച്ച അന്തിമമായിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. ഇതിനെ സംരക്ഷിക്കാനുള്ള ആര് നിൽക്കുന്നു എന്നുള്ളതാണ്. But this spread of disinformation is not confined to these issues alone, what I said just so far. It happens to every single program that the central government launched in the name of the Prime Minister. Everything has got a Pradhan Mantri so-and-so, Pradhan Mantri so-and-so, Pradhan Mantri so-and-so. Now, one of the things that the Pradhan Mantri himself claims is that he is feeding, individually, personally, he is feeding 80 crore Indian people with free food grains. 80 crores of Indian people need free food grains to survive itself is an indictment of his policies and his government. The 2/3 of India cannot survive unless they get free food grains. That is an admission of the fact of the misrule.
But then this is the money that is people's money from the government's exchequer, which he claims that it is he is benefiting the people of the country, his charity. But in India, that is not the case. But it's the Prime Minister that leads this disinformation. Same on LPG gas cylinders. Same on the Swachh Bharat campaign. And then now Prime Minister himself in Karnataka, because of the coming elections, he said he has increased the number of All India Institute of Medical Sciences by 3 times, from 7 to 22 in the country. Last month, in the Parliament, Union Health Minister informed the Parliament that the 16 aims that were launched after 2014, not a single one of them is fully operational. But it's the Prime Minister who leads this disinformation. So this is actually what is being built is a story which is not the reality that the Indian people are facing. And it is basis of this sort of a propaganda that they think that they can continue to earn some support from the people of India, and that is what has to be busted, and that was one of the important messages that this Jatha conveyed. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം എല്ലാ കാര്യത്തിലും എന്നതുപോലെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും. 80 കോടി ഇന്ത്യക്കാർക്ക് ഭക്ഷണം നൽകുന്നത് താനാണ് എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 80 കോടി ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണ പദ്ധതി നടപ്പാക്കേണ്ടി വരുന്നു എന്നത് തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമാണ്. ജനങ്ങളുടെ പണം, ഖജനാവിൽ നിന്നുള്ള ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭക്ഷ്യധാന്യ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തെറ്റിദ്ധാരണാജനകമായ പ്രചരണത്തിന്റെ മറവിൽ യഥാർത്ഥത്തിൽ ഒളിച്ചുവെക്കുന്ന കാര്യം എന്താണ്? നേരത്തെ 5 കിലോ ഭക്ഷ്യധാന്യം പൂർണ്ണമായും സൗജന്യമായും 5 കിലോ സബ്സിഡി നിരക്കിലുമാണ് നൽകിക്കൊണ്ടിരുന്നത്. അത് റദ്ദാക്കി എന്നതാണ് ഈ പ്രചരണത്തിന്റെ ഇടയിൽ ഒളിച്ചുവെക്കുന്ന കാര്യം. അതാണ് ആ വസ്തുത മറച്ചുവെക്കുകയാണ്. ഇപ്പോൾ 5 കിലോ നേരത്തെ സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്ന 5 കിലോ വിപണി വിലയ്ക്ക് വാങ്ങണം എന്നതാണ് സ്ഥിതി. ഈ വസ്തുത മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ പോഷകാഹാര ലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അതൊരു പ്രശ്നമല്ല. കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ആ പ്രശ്നം കേരളത്തിന് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് LDF ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ഇതുതന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിൽ നടക്കുന്ന പ്രചരണം. ഇതുതന്നെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ കാര്യത്തിൽ, പ്രചരണത്തിന്റെ കാര്യത്തിൽ നടക്കുന്ന പ്രചരണം. ഇപ്പോൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, അദ്ദേഹം വന്ന ശേഷം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ എണ്ണം 3 ഇരട്ടി വർദ്ധിപ്പിച്ചു, 7 നിന്ന് 22 വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ മാസമാണ് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പ്രഖ്യാപിച്ച 16 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഒറ്റൊന്നു പോലും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ പാർലമെന്റിൽ പറയുകയുണ്ടായി. ഇങ്ങനെ പ്രധാനമന്ത്രി തന്നെ തെറ്റായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ കഥയല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം എന്നത് നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഇത്തരം തെറ്റായ പ്രചരണത്തിലൂടെ ചില പിന്തുണ നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം വ്യാമോഹിക്കുന്നത്. ആ പ്രചരണത്തെ പൊളിക്കുക എന്നതാണ്, ആ പ്രചരണത്തെ തുറന്നു കാണിക്കുക എന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് ഈ ജാഥ നിർവഹിച്ചത്. That is why today, in order to try and manufacture support, they are misusing the entire apparatus of the constitutional order. The governors and the way in which they are behaving in various non-BJP states. You had the recent experience in Tamil Nadu. Now you have the experience in Telangana.
You had the earlier experience, the Supreme Court is hearing in the state of Maharashtra. They are being used to destabilize the elected governments, non-BJP governments. Again, the same way, you have all the opposition leaders who are being targeted by the Enforcement Department and the CBI. When this issue is raised saying that opposition is being targeted by Modi government to harass, intimidate and force the opposition leaders to defect to the BJP, they say that no, we are only pursuing people who violated the law. What is the reality? Since 2014, more than 3,554 cases have been filed by the Enforcement Department. In the last 9 years, 3,500 plus. Out of these, how many have received convictions from the court of law? Only 23. Out of 3,500 plus cases registered, only 23 are convicted. Which means what? These cases are being launched in order to actually harass and intimidate the opposition leaders. And miraculously, those opposition leaders who leave their parties and join the BJP, the cases against them vanish. So what else is this but misusing of the ED in a gross manner in order to implement their principle? BJP has found a new principle in democracy, that whoever wins the election, the BJP will form the government. And that is where it uses its money power. And then you've seen that happen in various states in the country, from Goa to Karnataka to Madhya Pradesh, and in the northeast, and in various parts of the country, you've seen this happening. So this is how the agencies are being misused, the institutions under the Constitution are being misused to further their rule. ഇങ്ങനെ പിന്തുണ നിർമ്മിച്ചെടുക്കാൻ ഭരണഘടനാ സംവിധാനങ്ങളെയാകെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവർണർമാരെയും ഗവർണർ പദവിയെയും അതിനുവേണ്ടി ദുരുപയോഗിക്കുന്നു. തമിഴ്നാട്ടിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തെലങ്കാനയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ ഗവർണർമാരെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനും ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ED, CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ BJPയിലേക്ക് കാലുമാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടൽ നടത്തുന്നത്. BJP അവകാശപ്പെടുന്നത് നിയമലംഘകരെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ്. എന്താണ് വസ്തുത? 2014 BJP അധികാരത്തിൽ വന്ന ശേഷം 9 വർഷത്തിനിടയിൽ 3554 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 3554 കേസുകളിൽ കോടതി ശിക്ഷിച്ചതാകട്ടെ വെറും 23 കേസുകൾ മാത്രം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കേസുകളെല്ലാം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഭയപ്പെടുത്താനും വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. BJPയിൽ ചേർന്നാൽ കേസ് ആവിയായി പോകും എന്ന ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ കഴിയും. BJP ഒരു പുതിയ തത്വം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഗവൺമെന്റ് BJP ഉണ്ടാക്കും എന്നതാണ് ഈ പുതിയ തത്വം. അത് നാം ഗോവയിൽ കണ്ടു, കർണാടകയിൽ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും എല്ലാം ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെന്റ്. And that is why you will find that destroying federalism, destroying democracy, on secularism, they spread hatred. In many states, there's BJP rule states, you have laws, not only for the love jihad, to harass the minorities and the Muslims, but also cow protection laws to harass and target the minority communities. They talk of cow protection on the one hand, and in the Tripura, in the post-election violence, they have burned down the houses of their opponents and our party comrades. Thousands of them their houses have been burnt, and along with that, they burnt living cows in Tripura, and that is their entire talk of saying protect the cow. This is their hypocrisy and duplicity knows no end, and this is what we have to recognize, that in their hands this country will continue to be looted. There will be campaigns of poisonous hate and violence leading to individual terrorist actions and denial of democratic rights and civil liberties for the people.
And that is why, for the sake of India today, we need to make sure that this government does not continue in office. And that is a very important patriotic duty, as I said, of all Indians today. ഫെഡറലിസം, ജനാധിപത്യം, മതനിരപേക്ഷത എന്നിവയ്ക്കെല്ലാം BJP ഗവൺമെന്റ് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദിന്റെയും പശു രക്ഷയുടെയും പേരിൽ ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരക്കണക്കിന് വീടുകളാണ് CPIM പ്രവർത്തകരുടെയും BJPക്ക് എതിരായിട്ടുള്ളവരുടെയും ആയിരക്കണക്കിന് വീടുകളാണ് തീവെച്ച് നശിപ്പിച്ചത്. ഈ വീടുകൾ തീവെച്ച് നശിപ്പിച്ച കൂട്ടത്തിൽ അനേകം നൂറുകണക്കിന് പശുക്കളെയും ജീവനോടെ കത്തിച്ചു കളയുകയുണ്ടായി BJP. ഇവരാണ് പശുരക്ഷയെക്കുറിച്ച് പറയുന്നത്. ഇതാണ് BJPയുടെ കാപട്യവും ഇരട്ടത്താപ്പും. ഈ ഓരോ കാര്യത്തിലും ഈ ഇരട്ടത്താപ്പും കാപട്യവും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ BJP ഗവൺമെന്റ് തുടരാൻ അനുവദിക്കുക എന്നാൽ കൊള്ളയും ഹിംസയും വിദ്വേഷവും ജനാധിപത്യ പൗരാവകാശങ്ങളുടെ നിഷേധവും തുടരാൻ അനുവദിക്കുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് ഈ സർക്കാരിനെ ഇനി അധികാരത്തിൽ തുടരാൻ അനുവദിച്ചുകൂടാ. അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും ദേശസ്നേഹപരമായിട്ടുള്ള ചുമതല എന്നത്. That's why such disinformation is also aided by, unfortunately, sections of the media. I'm not saying all media, but sections of the media. The BJP's traditional allies have deserted the BJP, the Akali Dal, the Shiv Sena, the Janata Dal United of Nitish Kumar. All the traditional allies, they have left. New allies have joined, and that is the sections of the media. They pose the question, you say all this about this government, but Mr. Modi continues to win the elections. Look at the last assembly elections. The last assembly elections were held for Gujarat and Himachal Pradesh and the municipal corporations of Delhi, which covers all the 7 parliamentary constituencies. It's a very large body. What happened? In Gujarat, the BJP was re-elected. In Himachal, the BJP lost its government. It was defeated. In Delhi, it lost the municipal corporations after ruling it for 15 years. It was defeated in Delhi. Now in the northeast, the media headline is what? The Modi Juggernaut. Nobody can stop Modi from winning elections. What is the reality? Out of the 180 seats, the BJP won only 44. In Meghalaya, it won only 2 seats and it lost deposit in all the 58 seats. But the media says it's the BJP government. Now, the point is, if you want to create an orchestrated thing, our appeal to all of us is that is why we have to see through this sort of a disinformation campaign that is going through, and that can only be answered. It's going to only be answered when people are... ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഭരണം ജനപക്ഷത്ത് നിന്നുകൊണ്ട് തുടരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. A spree of gruesome murders that shocks Victorian England and the world. A homicidal maniac whose true name remains a mystery. The police comb through suspect after suspect, but there's either no evidence to support that they were there or they have alibis, so they're left grasping at straws. Now we uncover the top theories about one of history's most notorious serial killers. A few contemporaries believe that Jack the Ripper might well have been a woman. As London police struggle to find Jack the Ripper, their task seems nearly impossible. He left behind so few hard clues by which we can actually nail down who he was. There may be no killing spree in history with more possible suspects and fewer pieces of concrete evidence than the one committed by the self-proclaimed Jack the Ripper. I hope to prove my grandfather's grandfather was also Jack the Ripper. Can his or her identity ever be proven? Who is Jack the Ripper?